BJP ഇതര സർക്കാരുകളെ അട്ടിമറിക്കാൻ കോടികൾ നൽകുകയും പല ജനഹിതത്തിനെയും അട്ടിമറിച്ചുകൊണ്ട് സ്വന്തം സർക്കാർ സ്ഥാപിക്കാൻ ശ്രമിച്ച BJP സ്ഥാനാർത്ഥികൾക്ക് കൊടുക്കുന്ന പണം പോലും കുഴൽപ്പണം ഉൾപ്പെടെയാണ് വിതരണം നടത്തുന്നത് എന്ന് ഈ സംഭവത്തോടെ തെളിഞ്ഞിരിക്കുകയാണ്. ആ പണമാണ് അടിച്ചുമാറ്റാൻ BJPയിലെ തന്നെ ചില ആളുകൾ ഒരു കൃത്രിമമായിട്ടുള്ള ആക്സിഡന്റ് ഉണ്ടാക്കിയത്. അന്വേഷണം എത്തി നിൽക്കുന്നത് BJPയുടെ സംസ്ഥാന പ്രസിഡന്റിന്റെ അടുത്തേക്ക് അവരെത്തിയിരിക്കുകയാണ്. മാത്രമല്ല, തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച സുരേന്ദ്രൻ രണ്ടിടത്ത് മത്സരിക്കുകയും രണ്ടിടത്തും ഹെലികോപ്റ്ററിൽ പ്രചരണം നടത്തുകയും ചെയ്തപ്പോൾ ആ ഹെലികോപ്റ്ററും പണം കടത്താൻ ഉപയോഗിച്ചു എന്നാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വിവരം. എത്രയിടത്തൊരു സ്ഥാനാർത്ഥി മത്സരിക്കണം എന്നുള്ളത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആഭ്യന്തര കാര്യമാണ്. കേരളത്തിലും ഇന്ത്യയിലൊക്കെ പല നേതാക്കന്മാരും ഒന്നിൽ കൂടുതൽ നിയോജകമണ്ഡലത്തിലൊക്കെ മത്സരിക്കാറുണ്ട്. പക്ഷെ ഇവിടെ കേരളത്തിൽ BJP ഏറ്റവും ദുർബലമായൊരു സംസ്ഥാനം ഇന്ത്യയിൽ ഏതാന്ന് വെച്ചാൽ കേരളമാണ്. വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിന് ശേഷമാണ് 2016 ഒരു MLA കിട്ടിയത്. അങ്ങനെയുള്ള കേരളത്തിൽ ഈ BJP 980 സ്ഥാപിച്ചതിന് ശേഷം നടന്ന ആദ്യ തെരഞ്ഞെടുപ്പ് 82-ലാണ്. തിരുവനന്തപുരം ഉൾപ്പെടെ 2000 മുതൽ 3000 വരെ വോട്ട് മാത്രം കിട്ടിയ BJPക്ക് അന്ന് കേരളത്തിൽ അഡ്രസ് ഉണ്ടായത് 2 നിയോജകമണ്ഡലത്തിലാണ്. ഒന്ന് കാസർഗോഡ് 2ാം സ്ഥാനത്ത് വന്നു, മഞ്ചേശ്വരത്ത് 10,000-ൽ കൂടുതൽ വോട്ടുകൾ കിട്ടി. പിന്നീട് നടന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളിലും 2ാം സ്ഥാനത്താണ് മഞ്ചേശ്വരത്തും കാസർഗോഡും BJP വന്നത്. 2016 സുരേന്ദ്രൻ 82 വോട്ടിനാണ് തോറ്റുപോയത്. അപ്പം അങ്ങനെയുള്ള മഞ്ചേശ്വരത്തെ സ്ഥാനാർത്ഥിയായ സുരേന്ദ്രൻ ഇങ്ങനെ തെക്കേ അറ്റത്ത് കോന്നിയിൽ എന്തിനു മത്സരിച്ചു എന്നുള്ളതിനെക്കുറിച്ച് അന്നാരും ചർച്ച ചെയ്തില്ല. കാരണം അതൊരു പാർട്ടിയുടെ നിലപാടാണല്ലോ. പക്ഷേ ഈ സഞ്ചരിച്ച ഹെലികോപ്റ്റർ തെരഞ്ഞെടുപ്പ് നടന്ന എല്ലാ സംസ്ഥാനങ്ങളിലും കോടികൾ ഒഴുക്കിയാണ് BJP പ്രചരണം നടത്തിയത്. സത്യം പറഞ്ഞാൽ കോവിഡിന്റെ 2ാം തരംഗം തടയുന്നതിൽ കേന്ദ്ര ഗവൺമെന്റ് പരാജയപ്പെട്ടതിന്റെ മുഖ്യ കാരണം നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും കോവിഡ് തടയാനായിരുന്നില്ല താല്പര്യം. എന്ത് വൃത്തികെട്ട മാർഗം അവലംബിച്ച് ബംഗാളിൽ പിടിക്കുക എന്നുള്ളതായിരുന്നു. അവിടെയും ഒഴുകിയത് കോടിക്കണക്കിനാണ്. ഇതുപോലത്തെ സംഭവങ്ങൾ അവിടെ കണ്ടുപിടിക്കാത്തതുകൊണ്ട് അവിടുത്തെ നേതാക്കന്മാര് കിട്ടിയ കള്ളപ്പണം അടിച്ചു മാറ്റാൻ ശ്രമിക്കാത്തതുകൊണ്ട് അവിടെ പലതും പുറത്തു വന്നിട്ടില്ല. ഇവിടെ ഇപ്പൊ 3.5 കോടിയുടെ പുറത്തു വന്നിട്ടുള്ളൂ. ഈ 3.5 കോടി എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിക്ക് കൊടുത്ത കാശായിരിക്കും. പക്ഷെ വന്ന മാർഗം, ആ പണം ഉണ്ടാക്കിയ മാർഗം, ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതാണ്. ഇലക്ഷൻ കമ്മീഷൻ അന്വേഷിക്കേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത് ഹെലികോപ്റ്റർ ഉപയോഗം സംബന്ധിച്ചാണ്. സ്ഥാനാർത്ഥികൾ ഹെലികോപ്റ്റർ ഏതൊക്കെ കാര്യങ്ങൾക്ക് ഉപയോഗിച്ചു? ഈ കൊടുത്തിട്ടുള്ള കണക്ക്, ഹെലികോപ്റ്റർ ഉപയോഗിച്ച വേറെയും ചില സ്ഥാനാർത്ഥികളുണ്ട്, സുരേഷ് ഗോപി ഉൾപ്പെടെ. അപ്പൊ അങ്ങനെ സ്ഥാനാർത്ഥികൾ ഉപയോഗിച്ച വാടക, ഈ സ്ഥാനാർത്ഥികളുടെ
ചെലവിൽ ചേർത്തിട്ടുണ്ടോ? അത് ഇലക്ഷൻ കമ്മീഷൻ അന്വേഷിക്കേണ്ട ഒരു പ്രധാന വിഷയമാണ്. രണ്ടാമത്, ഈ കുഴൽപ്പണം സംബന്ധിച്ച വിവാദങ്ങൾ. ഇതിപ്പോ UDF LDF അല്ല ഈ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത്. സ്വന്തം പാർട്ടിയിൽപ്പെട്ടവരും സ്വന്തം മുന്നണിയിൽപ്പെട്ടവരുമാണ്. ഇപ്പൊ ജാനുവിന് ഈ NDAയില് ഘടകകക്ഷികളില്ല എന്ന് കേന്ദ്ര നേതൃത്വം കുറ്റപ്പെടുത്തിയപ്പോ ലക്ഷങ്ങൾ കൊടുത്ത് ഓരോ കക്ഷികളെ മുന്നണിയിലേക്ക് കൊണ്ടുവരികയാണ്. അതാണല്ലോ ഇപ്പൊ 10 ലക്ഷത്തിന്റെ ഒരു കണക്ക് പുറത്തു വന്നിട്ട് 10 കോടി ചോദിച്ച് 10 ലക്ഷം കൊടുത്തു. ഇതെല്ലാം അന്വേഷണത്തിന് വിധേയമാക്കണം. സുരേന്ദ്രനുള്ള വികാരത്തോടു കൂടിയിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. ആ പാർട്ടി മൊത്തം സംശയത്തിന്റെ നിഴലാണ്. അതുകൊണ്ട് ഇപ്പോ അന്വേഷണം കുറെ നടക്കുന്നുണ്ട്. പക്ഷെ അന്വേഷണം എത്തേണ്ട സ്ഥലത്ത് എത്തുമോ എന്ന് സംശയമുണ്ട്. ഇപ്പോ സുരേന്ദ്രനെ ചോദ്യം ചെയ്യുമെന്ന് പറഞ്ഞിട്ടിപ്പോ PAനെയാണ് ചോദ്യം ചെയ്യാൻ വിളിച്ചിട്ടുള്ളത്. അത് PAയിൽ തന്നെ അവസാനിക്കുകയോ സുരേന്ദ്രനിൽ എത്തുമോ എന്നറിയില്ല. ഇപ്പൊ ഇന്നലെ ഒരു പത്രത്തിൽ കണ്ട വാർത്ത, മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ പണത്തിന്റെ കണക്ക് BJPക്കാരെടുക്കാൻ പോകാത്ത. മാത്രമല്ല, ഇപ്പോ ഇന്നലത്തെ ബഡ്ജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ, ഇന്നലെ ബഡ്ജറ്റ് പ്രസംഗത്തിൽ ബാലഗോപാൽ പറഞ്ഞത് 1 വർഷമായിട്ട് കേന്ദ്രം ഞങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. ആ അന്വേഷണങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് കേന്ദ്രം സംസ്ഥാനത്തിനെതിരായിട്ട് അന്വേഷിക്കുന്നു. അങ്ങനെ സാഹചര്യത്തിൽ സംസ്ഥാനത്ത് നടക്കുന്ന അന്വേഷണം കേന്ദ്രത്തിലെ നേതാക്കന്മാരിലേക്ക് കടക്കുമോ എന്ന് ഒരു സംശയമുണ്ട്. ചിലപ്പോൾ അവസാനം ഒരു അന്തർധാര രൂപപ്പെടാൻ സാധ്യതയുണ്ട്. ഏതായാലും നിങ്ങളെടുത്തോ, ഞങ്ങൾ മുമ്പെടുത്ത് ഞങ്ങളെടുത്തോളാം എന്നൊരു അന്തർധാര രൂപപ്പെടാൻ സാധ്യതയുള്ളതുകൊണ്ട് നിലവിൽ അന്വേഷണം മുന്നോട്ട് പോട്ടെ. ഇതുവരെ അന്വേഷണത്തിൽ കുഴപ്പം കണ്ടിട്ടില്ല. അതുകൊണ്ട് അത് മുന്നോട്ട് പോട്ടെ. പക്ഷെ അതോടൊപ്പം തന്നെ ഇതിനെക്കുറിച്ചൊരു സമഗ്ര അന്വേഷണം നടത്താം. അതായത് കുഴൽപ്പണക്കടത്ത്, പാർട്ടി പ്രസിഡന്റിന്റെ ഹെലികോപ്റ്റർ യാത്ര, ഘടകകക്ഷികൾക്ക് പണം കൊടുത്തു എന്നുള്ളതിനെക്കുറിച്ച് വരുന്ന ആക്ഷേപങ്ങൾ, എല്ലാ വിഷയങ്ങളെക്കുറിച്ചും സമഗ്രമായിട്ടുള്ള ഒരു അന്വേഷണം നടത്താൻ സംസ്ഥാന ഗവൺമെന്റ് ഒരു ജുഡീഷ്യൽ അന്വേഷണത്തിന് തീരുമാനമെടുക്കണം. കഴിയുമെങ്കിൽ സുപ്രീം കോടതിയിൽ നിന്ന് സിറ്റിംഗ് ജഡ്ജിമാരൊന്നും കിട്ടില്ല, നമുക്കറിയാം. ഹൈക്കോടതിയിൽ നിന്നോ സുപ്രീം കോടതിയിൽ നിന്നോ റിട്ടയർ ചെയ്ത ഒരു പ്രമുഖനായ റിട്ടയർഡ് ജഡ്ജിയെ വെച്ച് ഈ വിഷയങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരന്വേഷണം നടത്താൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണം. ഇതിന്റെ എല്ലാ കള്ളത്തരങ്ങളും പുറത്തു വരണം. കഴിഞ്ഞ 7 വർഷമായി BJP ഈ രാജ്യത്ത് ഒഴുക്കുന്ന കള്ളപ്പണവും ജനാധിപത്യത്തിന് അട്ടിമറിക്കാൻ നടത്തുന്ന ശ്രമങ്ങളും ഒരുപക്ഷെ നിഷ്പക്ഷമായ ഒരു അന്വേഷണം ഇതിൽ ആരംഭിച്ചാൽ ഇത് പല സ്ഥലത്തും ചെന്നെത്തും. അവസാനം നരേന്ദ്രമോദിയിൽ വരെ ചെന്നെത്താൻ സാധ്യതയുണ്ട്. ആ ഒരു ഗട്സ് മുഖ്യമന്ത്രി കാണിക്കുമോ? ഒരാളും രക്ഷപ്പെടാത്ത രീതിയിൽ ശക്തമായിട്ടുള്ള അന്വേഷണത്തിന് സംസ്ഥാന സർക്കാർ തയ്യാറാകുമോ? അതിനെക്കുറിച്ച് മുഖ്യമന്ത്രി മറുപടി പറയണം. ഒരു ജുഡീഷ്യൽ അന്വേഷണത്തിന് സംസ്ഥാന സർക്കാർ തയ്യാറായാൽ
കേരളത്തിലെ എല്ലാ ജനാധിപത്യ മതേതര പ്രസ്ഥാനങ്ങളും അതിനെ സ്വാഗതം ചെയ്യും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിന് മുഖ്യമന്ത്രി തയ്യാറാകണമെന്നാണ് അദ്ദേഹത്തിനോട് ഞങ്ങൾക്ക് ആവശ്യപ്പെടാറുള്ളത്. അതോടൊപ്പം തന്നെ ഇന്നലത്തെ ബഡ്ജറ്റിനെ കുറിച്ചൊക്കെ പ്രതിപക്ഷ നേതാവ് പാർട്ടിയുടെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞു. ഒരു പ്രധാന നിർദ്ദേശമുള്ള ഞാൻ മുഖ്യമന്ത്രിക്കും കത്തയച്ചിരുന്നു. ഇത്തവണ കേരളത്തിലെ കടലാക്രമണം വളരെ ശക്തമാണ്. ഇതിനൊരു പെർമനന്റ് സൊല്യൂഷൻ ഉണ്ടാക്കും എന്ന് മുഖ്യമന്ത്രി സൂചിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്നലെ അനുവദിച്ച 5300 കോടി ആവശ്യത്തിന്റെ പകുതി പോലും തികയില്ല. എല്ലാ ഈ തീരപ്രദേശങ്ങളിലും ഇത്തവണ വളരെ രൂക്ഷമായിട്ടാണ് കടലാക്രമണം ഉണ്ടായിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാം, ശംഖുമുഖം ഏതാണ്ട് റോഡും കടലും കണ്ടാൽ തിരിച്ചറിയാൻ വയ്യാത്ത സ്ഥിതിയായി. എന്റെ പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ വെങ്ങളം മുതൽ തലശ്ശേരി വരെ ഇവിടെ കാപ്പാട് റോഡൊക്കെ പൂർണ്ണമായിട്ട് തകർന്നു. അപ്പോ ഇപ്പോ കടപ്പുറത്ത് ആളുകളൊക്കെ വളരെ വയലന്റാണ് തവണ. അവര് പറയുന്നത് എല്ലാ വർഷവും കടലിൽ ഞങ്ങളുടെ വീടൊക്കെ എടുത്തുകൊണ്ട് പോകും, നിങ്ങൾ വന്ന് ഞങ്ങളെ കാണും, ആശ്വസിപ്പിക്കും. അടുത്ത കാലവർഷത്തിൽ ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. ഇത്തവണ വളരെ വയലന്റ് ആയിരുന്നു അവർ. ഞാൻ പറയുമ്പോൾ അവിടെ ചെന്നിട്ട് അധികം ആളായിട്ടില്ല. പക്ഷെ അവര് പറഞ്ഞ കാലാകാലങ്ങളായി ഞങ്ങൾ ഇങ്ങനത്തെ കാഴ്ച കാണുക, നിങ്ങൾ വരൂ, ആശ്വസിപ്പിക്കും. പക്ഷെ ഇതേപോലെ ഇത് മുന്നോട്ട് പോകും. അപ്പൊ പലരും പറയുന്നത് പുലിമുട്ട് നിർമ്മാണം ഉൾപ്പെടെ ആണ് പലരും ആവശ്യപ്പെടുന്നത്. അപ്പൊ അതിന്റെയൊക്കെ ചെലവ് വെച്ച് നോക്കുമ്പോൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ രണ്ട് രീതിയിൽ ഇതിനെ കൈകാര്യം ചെയ്യണം. ഒന്ന് യുദ്ധകാലാടിസ്ഥാനത്തിൽ ചെയ്യണം, രണ്ട് പെർമനന്റ് സൊല്യൂഷൻ ഉണ്ടാക്കണം. അപ്പൊ ആ കാര്യത്തിൽ കൂടുതൽ തുക നീക്കി വെച്ചുകൊണ്ട് ഈ കടലോര പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകളുടെ അവരുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ ഗവൺമെന്റ് തയ്യാറാകണമെന്നാണ് പറയാനുള്ളത്. പക്ഷെ ഇന്നലത്തെ തുക വളരെ കുറവാണ് ഇക്കാര്യം. ഇത് രണ്ടുമാണ് പ്രധാനപ്പെട്ട കാര്യം. ആ ഇങ്ങനെ ഒരു റിപ്പോർട്ടുകൾ പുറത്തു വരുന്ന സ്ഥിതി അതും അന്വേഷണത്തിന് വിധേയമാക്കും. അത് മാത്രമല്ല, CK പത്മനാഭൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഉത്തരേന്ത്യ മുതൽ പറന്നു കിടന്നാൽ വോട്ട് കിട്ടില്ല. അതിനായിരിക്കാളെ, അല്ലെങ്കിൽ പിന്നെ ഹെലികോപ്റ്റർ ഉപയോഗിക്കേണ്ട കാര്യമില്ലല്ലോ. മറ്റ് പല പ്രമുഖരും മറ്റ് രാഷ്ട്രീയവുമായി ബന്ധമില്ലാത്ത നിരവധി ആൾക്കാർ ഈ BJP ചേർന്നത്, അതിന് പിന്നിൽ ഇത്തരം സാമ്പത്തിക ഇനിയിപ്പോ പലതും പുറത്തു വരാനുണ്ട്. അതാ ഞാൻ പറഞ്ഞൊരു ജുഡീഷ്യൽ എൻക്വയറി നടത്തിയത് പലതും പുറത്തു വരും. അതൊക്കെ അന്വേഷണ വിധേയമാക്കണം. കാരണം ഒരുമാതിരിപ്പെട്ടവരാരും BJPയിലേക്ക് കേരളത്തിൽ നിന്ന് പോയി. കോൺഗ്രസിനും തലയെടുപ്പുകളാരും പോയിട്ടൊന്നുമില്ല. ഈ കുഴൽപ്പണ വിഷയം കോൺഗ്രസിന്റെ മറ്റു മുതിർന്ന നേതാക്കളൊന്നും ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ചില്ല. നിയുക്ത KPCC പ്രസിഡന്റ് എന്ന നിലയ്ക്കാണോ അങ്ങയുടെ ഒരു പ്രതികരണം ഉണ്ടാകുന്നത്? ഞാനിതിൽ നിങ്ങൾ എന്നെ നിയുക്തമാക്കുന്നേ ഉള്ളൂ, ഞാൻ അറിഞ്ഞിട്ടില്ല, ഞാനത് നോക്കിയിട്ടുമില്ല. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷം വലിയ പരാജയം കോൺഗ്രസിന് സംഭവിച്ചപ്പോൾ KPCC അധ്യക്ഷൻ മാധ്യമങ്ങൾക്കാണെങ്കിലും പ്രതിപക്ഷ നേതാവ് സദസ്സരം കാര്യങ്ങൾ പ്രതിപാദിച്ചുകൊണ്ട് വാർത്താ സമ്മേളനം നടത്തിയിട്ടില്ല. പക്ഷേ അങ്ങാണ് ഈ വിഷയങ്ങളെല്ലാം എങ്ങനെയാണ് വോട്ട് കച്ചവടം നടന്നത്, മറ്റു കാര്യങ്ങൾ കാര്യകാരണ സഹിതം വാർത്താ സമ്മേളനം ഇവിടെ KPCC നടത്തിയത്.
അല്ല നിങ്ങൾക്കറിയാലോ, ഞാൻ BJPനെ 2 തവണ BJPയുടെ നിയമസഭാ പ്രവേശനം തടഞ്ഞ ഒരാളാണ്. അഖിലേന്ത്യാ തലത്തിലും സംസ്ഥാനത്തിലും കോൺഗ്രസിന്റെ മുഖ്യ ശത്രു BJPയാണ്. അത് കഴിഞ്ഞ ശേഷം ഈ കള്ളപ്പണ കേസുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട കാര്യത്തിൽ കോൺഗ്രസ് ഇതുവരെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഈ നിർണായക ഘട്ടത്തിലും പ്രതികരിക്കുന്നത് അങ്ങാണ്. അപ്പോ ഈ കാര്യങ്ങളിൽ അണികളുടെ ആവേശവും ആവശ്യവും ഒക്കെ തന്നെ അങ്ങേപോലെ ഒരാൾ KPCC അധ്യക്ഷ പദവിയിൽ വരണമെന്നാണ്. അപ്പോ അത്തരത്തിലുള്ള സൂചനയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അല്ല, അത് എന്നെ അങ്ങ് വെറുതെ വിട്ടേക്ക്. അതിപ്പോ ഞാൻ പറയട്ടെ, ഇത് ഈ പലരിപ്പോ ചർച്ച ചെയ്യുന്ന നിങ്ങളുടെ മാധ്യമങ്ങളിലൊക്കെ ചർച്ച ചെയ്യുന്നൊരു വിഷയം എന്താണ് KPCC അധ്യക്ഷൻ വരാൻ ഇത്ര സമയം എന്നാണ് ചോദിക്കുന്നത്. ഇപ്പോ കേരളത്തിൽ തുടർഭരണം ഉണ്ടായി, LDF വന്നു. അവർക്ക് ഒരുപാട് ജോലിയുണ്ട്. ഇപ്പോൾ കോർപ്പറേഷൻ ബോർഡ് വീതം വയ്ക്കണം, ചെയർമാൻമാരെ വയ്ക്കണം. ആ AKG സെന്റർ തന്നെ ഇപ്പോൾ കോവിഡ് കാരണം പൂട്ടിക്കിടക്കുക. ഞങ്ങളിപ്പോൾ വീണ്ടും പ്രതിപക്ഷത്തിരിക്കുകയാണ്. ഒരു പ്രതിപക്ഷത്തിന്റെ പ്രവർത്തനം തുടങ്ങാൻ നേരായിട്ടില്ലല്ലോ. ഒന്നാമത് കോവിഡ്, 2 സർക്കാർ ഭരണം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഈ സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ നോക്കിയിട്ട് വേണ്ട എന്നെ വിലയിരുത്താൻ. അപ്പൊ ഭരണകക്ഷിയുടെ ഓഫീസ് വരെ പൂട്ടിക്കിടക്കുമ്പോൾ ഞങ്ങൾക്കിപ്പോ ഒരു അധ്യക്ഷനുണ്ട്. പുതിയൊരു പ്രസിഡന്റ് വരുമ്പോൾ അദ്ദേഹം മാറിക്കൊടുക്കുന്ന അദ്ദേഹം പറഞ്ഞിട്ടുമുണ്ട്. പക്ഷെ ഭരിക്കുന്നവർക്കില്ലാത്ത തിരക്കെന്തിനാ കോൺഗ്രസിന്? എന്തിനാ? എന്തായാലും ഒരു 1-2 ആഴ്ചയ്ക്കുള്ളിൽ തീരുമാനം വരും. പിന്നെ പ്രതിപക്ഷ നേതാവ് എന്ന് വെച്ചാൽ അസംബ്ലി തുടങ്ങുമ്പോൾ പ്രതിപക്ഷ നേതാവ് ഉണ്ടാവണം. അതുകൊണ്ട് ആ കാര്യത്തിൽ പെട്ടെന്ന് തീരുമാനമെടുത്തു. അധ്യക്ഷന്റെ കാര്യത്തിൽ എല്ലാവരുമായിട്ടും ആലോചിച്ച് തീരുമാനത്തിന് വേണ്ടി നിൽക്കുകയാണ്. ആലോചന നടക്കുന്നുണ്ട്. ഞാനുമായിട്ട് സംസാരിച്ചിരുന്നു. എന്നെ വിളിച്ച് സംസാരിച്ചിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഹൈക്കമാൻഡ് ഉചിതമായിട്ടുള്ള തീരുമാനം എടുത്തോ, ആ തീരുമാനത്തിന്റെ കൂടെ ഞാനുണ്ടാവും. ഞാൻ പ്രത്യേകിച്ച് ആരുടെ പേരൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ മുമ്പ് MP ആയിരുന്നപ്പോഴാണ് പ്രസിഡന്റ് ആയിരുന്നു. ഞാൻ നടത്തിയിട്ടുണ്ട് 2 നന്നായിട്ട്. ഇല്ലല്ല, ഇപ്പൊ നിങ്ങൾ പറയുന്ന പേരുകാരൊക്കെ MP-മാരാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എന്റെ കയ്യിലേക്ക് ഞാൻ ഇല്ല എന്ന് പറഞ്ഞല്ലോ. ഇനി എന്റെ കയ്യിലേക്ക് എന്തിനാ തരുന്നേ? പക്ഷെ നിങ്ങളെങ്കിലും നിങ്ങൾ ആ സ്നേഹം കാണിക്കുന്നതായി നിങ്ങളോട് നന്ദിയുണ്ട്. അല്ല, അതിന് ഞാൻ പറഞ്ഞല്ലോ, അത് മത്സരിക്കുന്നൊരു വെല്ലുവിളിയാണ്. അതിനാളധികം കിട്ടില്ല. ഇതിനങ്ങനത്തെ പ്രയാസമൊന്നുമില്ല. ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ ആളുണ്ട്. മറ്റേത് ആളുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ വന്നത്. കഴിഞ്ഞ ഭരണപക്ഷത്തിനെതിരെ ഈ സ്വർണ്ണക്കടത്തടക്കമുള്ള ആരോപണങ്ങൾ വന്നപ്പോൾ കോൺഗ്രസിന്റെ നേതാക്കന്മാർ എല്ലാ ദിവസവും എല്ലാ നേതാക്കന്മാരും ശക്തമായി തന്നെ വാർത്താ സമ്മേളനം നടന്നു. ഇപ്പം CPM-ന്റെ അടക്കം നേതാക്കൾ ചോദിക്കുന്ന ഒരു വിഷയം, ഈ വിഷയം സുരേന്ദ്രന്റെ കുഴപ്പമോ മറ്റേ ഇതും വരുമോ ഒരാൾ പോലും ആ പഴയ ആ ഒരു ആഗ്രഹത്തോട് ഇപ്പം താങ്കളല്ലാതെ വേറെ ഒരാൾക്കും, അത് മുൻ പ്രതിപക്ഷ നേതാവായാലും മുൻ മുഖ്യമന്ത്രിയായാലും, ഇവർക്ക് ആർക്കും ഈ വിഷയത്തിൽ BJPക്കെതിരെ ഒരു വിമർശനത്തിന് എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല എന്ന് ചോദ്യമാണ്. അതല്ല ഞങ്ങളുടെ അതിലൊരു വസ്തുതയുണ്ട് ഇല്ല. BJPക്കെതിരായിട്ട് വരുന്ന കാരണം ഇവിടെ കേരളത്തില് BJP ഒരു ഘടകമായിരുന്നില്ല, ഇപ്പോഴും അല്ല. ഉള്ള അക്കൗണ്ടും പൂട്ടിച്ചു വിട്ടല്ലോ. പക്ഷേ ഇന്ത്യ ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ ഭാഗമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി കുഴൽപ്പണം വിതരണം നടത്തുക, അതിന്റെ പേരിൽ ഹെലികോപ്റ്ററിൽ പണം കടത്തുക, ഇതൊക്കെ ഉണ്ടായിരിക്കാൻ പറ്റും. അല്ല, ഇനിയിപ്പോ വന്നുകൊണ്ടിരിക്കും, ഇനിയിപ്പോ വരും. വെറുതെ എന്റെ പേരെന്തിനാ വലിച്ചഴക്കുന്നത്? ഞാൻ പറഞ്ഞില്ല, ആവേണ്ടവരാവട്ടെ, അതൊക്കെ കേന്ദ്രം തീരുമാനിക്കും. അതിന് പ്രസിഡന്റ് തന്നെ ആവണമെന്നില്ല, സഹായിച്ചു കൊടുത്താൽ മതി. അതും ഇതിന്റെ ഭാഗം തന്നെ. വരുന്ന പ്രസിഡന്റ് ആരാണോ അദ്ദേഹത്തിനെ സഹായിച്ചു കൊടുത്താൽ മതിയല്ലോ. അതിന് ഞങ്ങളൊക്കെ ഉണ്ട്.
അപ്പൊ ഏതായാലും ഇപ്പൊ കഴിഞ്ഞു പോയതിനെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പുതിയൊരു പ്രതിപക്ഷ നേതാവ് ഒരു സെഷൻ എങ്ങനെയുണ്ട്? വളരെ തൃപ്തികരമായിട്ടുള്ള രീതിയിലാണ് പ്രതിപക്ഷം ഈ സഭയിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. സർക്കാരിന് പൊതുവായിട്ടുള്ള പിന്തുണ നൽകുകയും അതേ സമയത്ത് തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് അത് പരിഹരിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. ഏറ്റവും വലിയ ഉദാഹരണമാണ് കോവിഡ് സംബന്ധിച്ച മരണനിരക്ക് ജില്ലാ ഘടകങ്ങൾക്ക് വിട്ടുകൊടുക്കാൻ മുഖ്യമന്ത്രി തയ്യാറായത്. അതിന്റെ ഇപ്പോഴുള്ള സംവിധാനത്തിന്റെ ന്യൂനതകൾ കാര്യകാരണ സഹിതം നിയമസഭയിൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്. കാരണം ഒരു ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ഉടനെയാണ് ആ സർക്കാരിനെ വെറുതെ വിമർശിക്കാൻ വേണ്ടി വിമർശിക്കുകയല്ല ചെയ്യണം. സർക്കാരിന്റെ പൊതുവായിട്ടുള്ള നയങ്ങളെ പിന്തുണയ്ക്കുകയും എന്നാൽ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് പോരായ്മകൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തപ്പോൾ അത് തിരുത്താൻ സർക്കാർ തയ്യാറായി. അതൊരു ജനാധിപത്യത്തിലെ നല്ല പ്രവണതയാണ്. അപ്പൊ ആ കാര്യത്തിൽ പ്രാഥമികമായി തന്നെ പ്രതിപക്ഷത്തിന്റെ പെർഫോമൻസ് വളരെ സ്വാഗതാർഹമാണ്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പരാജയം വന്നപ്പോൾ അങ്ങ് തന്നെ ഈ തിരുത്തൽ നടത്തണം, ആദ്യം പരിശോധിക്കണമെന്ന് ആവശ്യം ഉന്നയിച്ചിരുന്നു. അന്ന് പരിശോധന നടത്തുന്നതിന്റെ ഭാഗമായി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വമ്പൻ തോൽവിയായിരുന്നു. ഇതിനുശേഷം അങ്ങിപ്പോ പറയുന്നത് സമയമുണ്ടല്ലോ ആലോചിച്ച് തീരുമാനിക്കാനുള്ളത്. കാരണം ഞാൻ പറഞ്ഞത് ലോക്കൽ ബോഡി ഇലക്ഷനും നിയമസഭാ ഇലക്ഷനും വളരെ അടുത്തടുത്തായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അന്ന് പറഞ്ഞത് ഈ കുറവുകൾ എത്രയും പെട്ടെന്ന് പരിഹരിച്ചില്ലെങ്കിൽ അത് നിയമസഭയെ ബാധിക്കുന്നു. അത് ബാധിച്ചു. ഇനി ഒരു തെരഞ്ഞെടുപ്പിന് കുറച്ച് ടൈം ഗ്യാപ്പുണ്ട്. ഈ ഗ്യാപ്പിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുണ്ടായ പോരായ്മകൾ അതിന് പ്രത്യേകിച്ച് ഇനി പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന്, താഴെത്തട്ടില് പാർട്ടിയുടെ ഘടകങ്ങൾ ശക്തമാക്കണം, നഷ്ടപ്പെട്ടു പോയ വോട്ടുകൾ തിരിച്ചു കൊണ്ടുവരണം, അതിനുള്ള ശ്രമങ്ങൾ നടത്തണം. അപ്പൊ അതൊരു ലോങ് റണ്ണിൽ നടത്തേണ്ട കാര്യങ്ങളാണ്. അപ്പൊ അതിനെക്കുറിച്ച് ഒരു ഏകദേശ രൂപം കഴിഞ്ഞ പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റിയിൽ ഞങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പുതിയ പ്രസിഡന്റ് വന്നാൽ ഉടൻ തന്നെ വീണ്ടും രാഷ്ട്രീയകാര്യ സമിതി യോഗം ചേർന്ന് 1 by 1 ആയിട്ട് ആ കാര്യങ്ങൾ നടപ്പാക്കുമ്പോൾ പാർലമെന്റ് ഇലക്ഷനിൽ നല്ല തിരിച്ചുവരവ് നടത്താൻ കഴിയും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക.